കണ്ണെത്താ ദൂരത്തോളം മണൽ മാത്രം. മരങ്ങളോ നഗരങ്ങളോ മനുഷ്യരോ ഇല്ലാത്ത ഒരു വിജനഭൂമി. പകൽ കടുത്ത ചൂടും രാത്രിയിൽ അസഹനീയമായ തണുപ്പും കാറ്റും മാത്രമുള്ള ഭൂപടത്തിലെ ഒരു ശൂന്യ പ്രദേശം. എന്നാൽ ലോകം വെറുമൊരു വിജനഭൂമിയെന്ന് കരുതിയ ആ നിശബ്ദതയുടെ അടിയിലാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി മാറ്റത്തിന്റെ അടിത്തറ പാകപ്പെടുന്നത്. ശത്രുരാജ്യങ്ങൾ ഒന്നിച്ചു വന്ന ആണവാക്രമണം നടത്തിയാൽ പോലും അതിനെയെല്ലാം അതിജീവിച്ച് 10 മടങ്ങായി മാരക തിരിച്ചടി നൽകാൻ ശേഷിയുള്ള യുദ്ധതന്ത്രങ്ങളിൽ സെക്കൻഡ് സ്ട്രൈക്ക് കാപ്പബിലിറ്റി എന്നറിയപ്പെടുന്ന അതിഭയങ്കരമായ പ്രതിരോധ കോട്ടയാണ് ചൈന ഇവിടെ ഒരുക്കുന്നത്. ആദ്യഘട്ട ആക്രമണത്തിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം തകർന്നടിഞ്ഞാലും ഈ മണൽക്കാടുകളുടെ ഭൂഗർഭ അറകളിൽ നിന്ന് നിമിഷങ്ങൾക്കകം മിസൈലുകൾ കുതിച്ചുയർന്ന് എതിരാളികളെ ഒന്നാകെ ചാരമാക്കാൻ പോകുന്നതാണ് ഈ ശേഷി. പുറം ലോകം വ്യാപാര യുദ്ധങ്ങളിലും തായ്വാൻ പ്രതിസന്ധിയിലും യുക്രൈൻ സംഘർഷത്തിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ചൈനയുടെ വടക്ക് പടിഞ്ഞാറൻ മരുഭൂമികളിൽ വർഷങ്ങളായി വലിയ ശബ്ദങ്ങളൊന്നുമില്ലാതെ ഭൂഗർഭ ബങ്കറുകളും മിസൈൽ സൈലോകളും ആശയവിനിമയ കേന്ദ്രങ്ങളും സൈനിക കമാൻഡ് ശൃംഖലകളും ചേർന്ന് ഭാവിയിലെ ആഗോള ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ആണവ സാമ്രാജ്യം നിശബ്ദമായി ഉയർന്നു വരികയായിരുന്നു. പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടുന്നത് വരാനിരിക്കുന്ന ഒരു കൊടുങ്കാറ്റിന്റെ പ്രഭവ കേന്ദ്രത്തെയാണ്. കേവലം ഏതാനും മിസൈൽ താവളങ്ങളോ താൽക്കാലിക സൈനിക ക്യാമ്പുകളോ അല്ല ഈ മണൽക്കൂട്ടങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നത്. മറിച്ച് ഒരു ആണവയുദ്ധം ഉണ്ടായാൽ പോലും ശത്രുക്കളുടെ സർവ്വസന്നാഹങ്ങളെയും പ്രതിരോധിച്ച് നിമിഷങ്ങൾക്കകം ലോകത്തെ ചാരമാക്കാൻ പോകുന്ന അതിശക്തമായ ഒരു പ്രത്യാക്രമണ ശൃംഖലയാണ് ചൈന ഇവിടെ ഒരുക്കുന്നത്. തങ്ങളെ തൊട്ടാൽ ഭൂമിയിൽ മറ്റൊരു ശക്തിയും അവശേഷിക്കില്ലെന്ന പ്രഖ്യാപനത്തോടെ മരുഭൂമിയുടെ വനിതയെ തങ്ങളുടെ ഏറ്റവും വലിയ പ്രതിരോധ കോട്ടയാക്കി മാറ്റുകയാണ് ചൈന. വൻ ശക്തികൾക്കിടയിലെ ആണവ മത്സരത്തിന് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് ഈ വിജനഭൂമി എങ്ങനെയാണ് നാളത്തെ ലോകത്തിന്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചൈനയുടെ ആണവശേഷി വർദ്ധിച്ചു വരുന്നതായി അമേരിക്കയും പാശ്ചാത്യ അന്വേഷണ ഏജൻസികളും മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ആ മുന്നറിയിപ്പുകൾക്ക് കൂടുതൽ വ്യക്തത നൽകുന്നതാണ്. മരുഭൂമിയുടെ ഹൃദയഭാഗത്ത് നൂറുകണക്കിന് ചതുരശ്ര കിലോമീറ്ററുകളിലായി വ്യാപിച്ചു കിടക്കുന്ന കോൺക്രീറ്റ് ലോഞ്ച് പാഡുകൾ, ഭൂഗർഭ ബങ്കറുകൾ, ആശയവിനിമയ കേന്ദ്രങ്ങൾ, സൈനിക റോഡുകൾ, റെയിൽവേ പാതകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സൗകര്യങ്ങൾ എന്നിവയുടെ ശൃംഖല ചൈനയുടെ ആണവ പ്രതിരോധ പദ്ധതികളുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം ചൈനയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളായ ICBMകളെ സംരക്ഷിക്കുകയും അവയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ഈ മിസൈലുകളാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള എതിരാളികൾക്കെതിരായ ചൈനയുടെ പ്രധാന തന്ത്രപരമായ ആയുധങ്ങൾ. ഒരു ആണവാക്രമണം ഉണ്ടായാലും ശേഷിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ കഴിയുന്ന സെക്കൻഡ് സ്ട്രൈക്ക് കാപ്പബിലിറ്റി ശക്തിപ്പെടുത്തുകയാണ് ചൈനയുടെ ലക്ഷ്യമെന്നാണ് വിദഗ്ധരുടെ നിഗമനം. റോയിട്ടേഴ്സ് പരിശോധിച്ച ചിത്രങ്ങളിൽ 80ലധികം കോൺക്രീറ്റ് പാഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുമായി ഉപയോഗിക്കാമെന്നാണ് വിലയിരുത്തൽ. ഇതോടൊപ്പം ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, ഉപഗ്രഹ ആശയവിനിമയ കേന്ദ്രങ്ങൾ, സൈനിക കമാൻഡ് നെറ്റ്വർക്കുകൾ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളും നിർമ്മിച്ചു വരുന്നതായി ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം ചേർന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ മിസൈൽ താവള വികസനമല്ല, മറിച്ചൊരു സമ്പൂർണ്ണ ആണവ യുദ്ധ നിയന്ത്രണ ശൃംഖലയാണ് ചൈന സൃഷ്ടിക്കുന്നതെന്ന നിഗമനത്തിലാണ് വിശകലന വിദഗ്ധർ. ഈ നിർമ്മാണ പദ്ധതിയിലെ ഏറ്റവും കൗതുകകരമായ ഘടകങ്ങളിൽ ഒന്നാണ് അഷ്ടഭുജാകൃതിയിലുള്ള 2 വലിയ സൈനിക കേന്ദ്രങ്ങൾ. കിഴക്കൻ സിൻജിയാങ് മേഖലയിലുള്ള ഈ കേന്ദ്രങ്ങൾ റോഡുകൾ, റെയിൽവേ പാതകൾ, സാധ്യതയുള്ള ഫൈബർ ഒപ്റ്റിക് ആശയവിനിമയ ശൃംഖലകൾ എന്നിവ വഴി സമീപത്തെ മിസൈൽ സിലോകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഭവന സമുച്ചയങ്ങൾ, വാഹന ഡിപ്പോകൾ, ശക്തിപ്പെടുത്തിയ സംഭരണ കേന്ദ്രങ്ങൾ, സൈനിക പരിശീലന മേഖലകൾ എന്നിവ ഇവിടെയുണ്ട്. ചില ചിത്രങ്ങളിൽ താൽക്കാലിക സൈനിക ക്യാമ്പുകളും മറിഞ്ഞിരിക്കുന്ന വിക്ഷേപണ കേന്ദ്രങ്ങളായി തോന്നിക്കുന്ന സ്ഥലങ്ങളും കാണപ്പെടുന്നുണ്ട്. സൈനിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ കേന്ദ്രങ്ങൾ ആണവായുധങ്ങളുടെ നിയന്ത്രണം, വിന്യാസം, സുരക്ഷ, കമ്മ്യൂണിക്കേഷൻ എന്നിവയുമായി രൂപകൽപ്പന ചെയ്തിരിക്കാം. പ്രത്യേകിച്ച് ഉപഗ്രഹ ഡിഷുകളും ഉയർന്ന ആശയവിനിമയ ടവറുകളും കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. ആണവയുദ്ധ സാഹചര്യത്തിൽ പോലും രാജ്യത്തിന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന് മിസൈൽ സേനകളുമായി ബന്ധം നിലനിർത്താൻ ഇത്തരം സൗകര്യങ്ങൾ നിർണായകമാണ്. ഈ വികസനങ്ങൾ ലോകത്തെ ആശങ്കപ്പെടുത്തുന്ന പ്രധാന കാരണങ്ങളിലൊന്ന് ചൈനയുടെ അതിവേഗ ആണവ വികസനമാണ്. അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗണിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം നിലവിൽ ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും വേഗത്തിൽ ചൈന തങ്ങളുടെ ആണവായുധ ശേഖരം വികസിപ്പിക്കുകയും നവീകരിക്കുകയും ചെയ്യുകയാണ്. വാർഹെഡ് ഉൽപാദനത്തിന്റെ വേഗത ചിലവട്ടം കുറഞ്ഞുവെങ്കിലും 2030ഓടെ ഏകദേശം 1000 ആണവ വാർഹെഡുകൾ വിന്യസിക്കാൻ കഴിയുന്ന ശേഷിയിലേക്ക് ചൈന എത്തുമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. എന്നാൽ ചൈന തങ്ങളുടെ ആണവ നയത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് അവകാശപ്പെടുന്നത്. ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല എന്ന നയം ചൈന വർഷങ്ങളായി പാലിക്കുന്നുണ്ട്. അതായത് മറ്റൊരു രാജ്യം ആദ്യം ആണവായുധം പ്രയോഗിച്ചാൽ മാത്രമേ ചൈന അതിന് മറുപടി നൽകുകയുള്ളൂ എന്നാണ് ഔദ്യോഗിക നിലപാട്.
എന്നിരുന്നാലും തായ്വാനുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ പോലുള്ള സാഹചര്യങ്ങളിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഇടപെടൽ തടയാൻ ശക്തമായ ആണവ പ്രതിരോധം ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാമെന്നാണ് പാശ്ചാത്യ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ന് അമേരിക്കയും റഷ്യയും ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തികളായി തുടരുമ്പോഴും ചൈന മൂന്നാമത്തെ പ്രധാന ആണവ ശക്തിയായി അതിവേഗം ഉയർന്നു വരികയാണ്. മരുഭൂമിയിൽ ഉയർന്നുവരുന്ന ഈ പുതിയ സൈനിക ശൃംഖല വെറും അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, മറിച്ച് 21-ാം നൂറ്റാണ്ടിലെ ആഗോള ശക്തി സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു തന്ത്രപരമായ പ്രഖ്യാപനം കൂടിയാണ്. അമേരിക്കൻ ആധിപത്യത്തെ വെല്ലുവിളിക്കാനും ഏഷ്യ പസഫിക് മേഖലകളിലെ സ്വാധീനം ഉറപ്പിക്കാനുമുള്ള ചൈനയുടെ ദീർഘകാല പദ്ധതിയുടെ ഏറ്റവും ദൃശ്യമായ തെളിവായാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ അന്താരാഷ്ട്ര സുരക്ഷാ വിദഗ്ധർ കാണുന്നത്. ലോകം യുക്രൈൻ യുദ്ധത്തിലും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ചൈനയുടെ മരുഭൂമികളിൽ നിശബ്ദമായി രൂപം കൊള്ളുന്ന ഈ ആണവ സാമ്രാജ്യം ഭാവിയിലെ മഹാശക്തി മത്സരങ്ങളുടെ ദിശ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള ഒരു നിർണായക സംഭവ വികാസമായി മാറുകയാണ്.